അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഡൊണാൾഡ് ട്രംപിന്റെ കൈവശമുള്ള മാന്ത്രിക പരിഹാരം താരിഫുകളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് പ്രസിഡന്റിന്റെ പുതിയ നീക്കം. എണ്ണവില മുതൽ കാർ വ്യവസായം വരെ താരിഫ് കൊണ്ട് പരിഹരിക്കാൻ ശ്രമിച്ച ട്രംപ് ഇപ്പോൾ ഇന്ത്യൻ അരിയെ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ താരിഫ് ഭീഷണിക്ക് പിന്നിലെ യഥാർത്ഥ കണക്കുകളും ആഗോള വ്യാപാര യാഥാർത്ഥ്യങ്ങളും ട്രംപിന്റെ വാദങ്ങളെ പരിഹാസ്യമാക്കുകയാണ്. വൈറ്റ് ഹൗസിൽ US കർഷക പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് പുതിയ അരി യുദ്ധത്തിന് ട്രംപ് തിരികൊളുത്തിയത്. ലൂസിയാനയിലെ അരിമില്ലുടമയായ മെറിൽ കെന്നഡിയാണ് ചർച്ചയിൽ ഇന്ത്യ, തായ്ലൻഡ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അരി കൊണ്ട് തള്ളുന്നത് മൂലം അമേരിക്കൻ കർഷകർ ദുരിതത്തിലാണെന്ന് പരാതി ഉന്നയിച്ചത്. എക്സാക്ട്ലി അതേ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്, ദേ ആർ ഡംപിങ് ദെയർ റൈസ് എന്നും. പരിഹാരത്തിനായി ട്രംപിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനോട് രാജ്യങ്ങളുടെ പേരുകൾ എഴുതിയെടുക്കാൻ ആജ്ഞാപിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സ്ഥിരം പഞ്ച് ലൈൻ ആവർത്തിച്ചു. നമ്മളിത് താരിഫ് കൊണ്ട് പരിഹരിക്കും, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരും. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനാണ് ട്രംപിന്റെ ആഗ്രഹം. ഉക്രൈൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക, ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ വേട്ട ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക, ഇന്ത്യയെ ഒറ്റ ദിവസം കൊണ്ട് മുട്ടുകുത്തിക്കുക. ഇപ്പോഴത്തെ ട്രംപിന്റെ ഒറ്റ ദിവസം നടക്കാത്ത സ്വപ്നങ്ങളുടെ ലിസ്റ്റിൽ പുതിയ ഒന്നുകൂടി. താരിഫ് ഏർപ്പെടുത്താനുള്ള തന്റെ നീക്കങ്ങളെ സുപ്രീം കോടതി തടഞ്ഞത് സംബന്ധിച്ച നിരാശ മറച്ചു വെക്കാതെയാണ് സുപ്രീം കോടതി കേസ് വിജയിച്ചാൽ മാത്രമേ ഇത് എളുപ്പമാകുള്ളൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിപ്പുകളുടെയും ഓട്ടോമൊബൈലുകളുടെയും വ്യവസായം നഷ്ടപ്പെട്ടതിന് കാരണമായത് താരിഫ് ഏർപ്പെടുത്താത്തത് കൊണ്ടാണെന്ന് അദ്ദേഹത്തിന്റെ സ്ഥിരം വാദവും ബസുമതി അരിയുടെ കാര്യത്തിൽ അദ്ദേഹം ആവർത്തിച്ചു. ഇന്ത്യൻ കമ്പനികൾ US-ലെ റീറ്റെയിൽ ബ്രാൻഡുകൾ വാങ്ങി അരിക്ക് സബ്സിഡി നൽകുന്നുവെന്ന ആരോപണമാണ് ചർച്ചയിലെ ഏറ്റവും രസകരമായ ഭാഗം. ഇതിന് മറുപടിയായി ആ കാര്യം എനിക്ക് വിട്ടേക്ക്, കുറച്ചധികം താരിഫ് അടിച്ചു കൊടുത്താൽ ആ പ്രശ്നം അങ്ങ് തീർന്നോളൂ എന്ന് ട്രംപ് നൽകിയ മറുപടി. കാര്യങ്ങൾ എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം കാണുന്നതെന്ന് ആലോചിക്കണം. എന്നാൽ ട്രംപ് ഇത്രയും നാടകീയത സൃഷ്ടിച്ച ഈ വിഷയത്തിലെ യഥാർത്ഥ കണക്കുകൾ ഇതാണ്. 2024 ഇന്ത്യ US-ലേക്ക് കയറ്റുമതി ചെയ്ത വെറും 2.34 ലക്ഷം ടൺ അരി മാത്രമാണ്. ഇത് ഇന്ത്യയുടെ മൊത്തം ആഗോള ബസുമതി കയറ്റുമതിയുടെ 5% താഴെ മാത്രമാണ്. ആഗോളതലത്തിൽ അരി കയറ്റുമതിയിൽ 30.3% വിപണി വിഹിതവുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് US വിപണി ഒരു ചെറിയ ഗ്രോസറി ദ്വീപ് മാത്രമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യൻ അരിയുടെ പ്രധാന ഉപഭോക്താക്കൾ. അതായത് ട്രംപിന്റെ അരി യുദ്ധത്തിലും ഇന്ത്യക്ക് കുലുക്കമില്ല. താരിഫ് ഒരു താൽക്കാലിക തടസ്സം മാത്രമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. നേരത്തെ ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 50% താരിഫിനെ പോലും ഇന്ത്യൻ കയറ്റുമതി മേഖല കാര്യമായി എടുത്തിരുന്നില്ല. IRF പ്രസിഡന്റ് പ്രേം ഗാർഗ് അന്ന് പറഞ്ഞതുപോലെ ഇതൊരു താൽക്കാലിക തടസ്സം മാത്രമാണ്. വിയറ്റ്നാമിനെക്കാളും പാകിസ്ഥാനേക്കാളും മികച്ച വില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ട്രംപ് എത്ര താരിഫ് ചുമത്തിയാലും ആഗോള വിപണിയിൽ ഇന്ത്യയുടെ ശക്തിയെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് അമേരിക്കയെ കുറിച്ചല്ല, ശരിക്കും ഇത് അരിയെക്കുറിച്ചല്ല, മറിച്ച് ട്രംപിന്റെ സ്ഥിരം രാഷ്ട്രീയ തന്ത്രമാണെന്നാണ്. ഒരു വിദേശ വിലനെ കണ്ടെത്തുക, താരിഫ് പ്രഖ്യാപിക്കുക, അതിലൂടെ കർഷകർക്ക് മുന്നിൽ എളുപ്പ വിജയം വാഗ്ദാനം ചെയ്യുക എന്നിങ്ങനെ ട്രംപിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇവിടെയും കാണിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഡംപിംഗ് അല്ല, മറിച്ച് ആഗോള മത്സരമാണ് US കർഷകരുടെ യഥാർത്ഥ പ്രശ്നം. 2 മിനിറ്റ് കൊണ്ട് എല്ലാം പരിഹരിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും പഴയ താരിഫുകൾക്ക് നിയമസാധുത നേടാൻ അദ്ദേഹം ഇപ്പോഴും കോടതിയിൽ പോരാടുകയാണെന്ന വൈരുദ്ധ്യവും ഈ വിഷയത്തെ ട്രംപിന്റെ മറ്റൊരു വൈറ്റ് ഹൗസ് തമാശയാക്കി മാറ്റുന്നു. ട്രംപ് താരിഫ് സീസൺ 3 പ്രഖ്യാപിച്ചെങ്കിലും അരിയുടെ ലോക വിപണിയിൽ ആധിപത്യം തുടരുന്ന ഇന്ത്യ ഈ നീക്കങ്ങളെ ചിരിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യൻ കയറ്റുമതി ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങുമെന്ന് കരുതുന്നത് ട്രംപിന്റെ വെറുമൊരു വ്യാമോഹം മാത്രമായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് നിശ്ചിന്തമലാണ്.